അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കണ്ടതുപോലെ വെള്ളാർമലയിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തം തന്നെയായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, എന്തൊക്കെ ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടാലും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നതും നമ്മളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുകയും ചെയ്ത ആ കുട്ടികളായിരിക്കും എന്നതിൽ സംശയമില്ല. അവരുടെ നാടിനെ, നമ്മുടെ നാടിനെ പറ്റി, അവരുടെ വിദ്യാലയത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും കണ്ടുനിന്നവരുടെയൊക്കെ കണ്ണ് നനഞ്ഞു. അത് നേരിട്ട് കാണാനായി അതേ സമയത്തേക്ക് സദസ്സിലേക്ക് ഓടിയെത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഹർഷാരവത്തോടു കൂടിയാണ് ആ കുട്ടികളെ സ്വീകരിച്ചതും അവരുടെ നൃത്തം കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഹർഷാരവത്തോടു കൂടി തന്നെയാണ് അവർക്ക് നന്ദിയും അഭിനന്ദനവും ഒക്കെ അറിയിക്കുകയും ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് അവരെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും അതിജീവിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഒരു അതിജീവന കാഴ്ച കൂടി നമ്മൾ ആ കുട്ടികളുടെ നൃത്തത്തിലൂടെ കാണുന്നു. ഇവിടെ ഇപ്പം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ മോഹിനിയാട്ട മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചുറ്റും ഇപ്പോൾ കുറച്ച് അടിപൊളി കുട്ടികൾ കൂടി ഉണ്ട്. എല്ലാ കുട്ടികളും പൊളിയാണല്ലോ. ഇവരെ കന്യാകുളങ്ങര സ്കൂളിലെ കുട്ടികളാണ്. ഇവരെല്ലാവരും ഇവിടെ കാണാൻ വേണ്ടി നമുക്കറിയാം. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടി തുടങ്ങുന്ന ദിവസം, ആദ്യ ദിവസം ഒരുപാട് കുട്ടികളെ, വിവിധ സ്കൂളുകളിലെ തിരുവനന്തപുരത്തെ കുട്ടികളെ കൂടി ഇവിടെ എത്തിക്കും ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നുള്ളതാണ്. അങ്ങനെ എത്തിയവരാണ്. കണ്ടോ? ഉദ്ഘാടനം കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഡാൻസോ കണ്ടോ? കണ്ടു. ഇഷ്ടായോ? ഇഷ്ടായി. എല്ലാവർക്കും ഇഷ്ടായോ? ഇഷ്ടായി. ഇന്ന് മാത്രമല്ല, നാളെ വരുമോ? ഇന്ന് മാത്രം. നാളെ കൊണ്ടുവരൂലേ? നാളെ കൊണ്ടുവരും തീർച്ചയായും. ഇഷ്ടായോ? ഇഷ്ടായി. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ട്രോഫി ഉണ്ടല്ലോ, സ്വർണ്ണ കപ്പ്. എല്ലാവരും കാത്തിരിക്കുന്ന ആ കപ്പ് ഇത്തവണ ആർക്കാണ് കിട്ടുക എന്നുള്ളതിലൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ കപ്പ് ഇത്തവണ ഇവരുടെ വിദ്യാലയമാണ് ഏറ്റുവാങ്ങിയത്. അപ്പോൾ ആ കപ്പ് ഏറ്റുവാങ്ങിയ സമയത്ത് ഇവരൊരുക്കിയിട്ടുള്ളൊരു ഗാനമുണ്ട്. ആ ഗാനം ഇവർ നമുക്ക് വേണ്ടി ഇപ്പൊ പാടും അല്ലേ? പാടൂല്ലേ? അത് മ്യൂസിക് ചെയ്ത സാറാണ്. ഇപ്പോൾ സാറ് പാടുമല്ലേ? കുട്ടികളും ചേർന്ന് പാടും. റെഡിയല്ലേ? തുടങ്ങിക്കോ. ആരാ തുടങ്ങുന്നേ? അനന്തപുരി തന്മടി തട്ടിലേക്ക് വിരുന്നിനെത്തും കലോത്സവം, കൗമാര കലോത്സവം. അനന്തപുരി തന്മടി തട്ടിലേക്ക് വിരുന്നിനെത്തും കലോത്സവം, കൗമാര കലോത്സവം. താളവും മേളവും നോപുരധ്വനികളും തഴുകിയൊഴുകും കലോത്സവം, കൗമാര കലോത്സവം. താളവും മേളവും നോപുരധ്വനികളും തഴുകിയൊഴുകും കലോത്സവം, കൗമാര കലോത്സവം. ഗ്രാമീണ ഭംഗിതൻ കൊട്ടുയരുന്ന കന്യാകുളങ്ങരയ്ക്കഭിമാനമായി വിദ്യതൻ പൊൻകിരീടം ചാർത്തുന്ന മികവിൻ്റെ റാണിയം വിദ്യാലയം, പെൺവിദ്യാലയം. ഗ്രാമീണ ഭംഗിതൻ കൊട്ടുയരുന്ന കന്യാകുളങ്ങരയ്ക്കഭിമാനമായി വിദ്യതൻ പൊൻകിരീടം ചാർത്തുന്ന മികവിൻ്റെ റാണിയം വിദ്യാലയം, പെൺവിദ്യാലയം. ഏകുന്നു ഞങ്ങൾ തന്നാശംസകൾ, കലോത്സവത്തിനാശംസകൾ. അങ്ങനെ ട്രോഫി ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവര് എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് ഇവരൊരുക്കിയ ആ ഗാനം കൂടിയാണ് നമ്മൾ കേട്ടത്. അങ്ങനെ ആ ഗാനത്തോടു കൂടിയാണ് അനന്തപുരിയിലേക്ക്, തിരുവനന്തപുരത്തേക്ക് ആ സ്വർണ്ണക്കപ്പ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സ്വർണ്ണക്കപ്പ് ഇനി ആര് സ്വന്തമാക്കണമെന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും കലോത്സവം തുടങ്ങിയിരിക്കുകയാണ്. കാണാനായി ഇങ്ങനെ കുട്ടികളും നാട്ടുകാരും മറ്റിടങ്ങളിൽ നിന്ന് ആളുകളും ഒക്കെ ഒഴുകിയെത്തുകയാണ്. ഇവിടെ ഓരോ വേദിയും നിറഞ്ഞു കവിയുകയാണ്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്തായാലും ഇപ്പം മോഹിനിയാട്ട മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി മത്സരം കാണുന്നുണ്ടോ നിങ്ങൾ? പോവാ? ഇല്ല. നേരെ പോയി. ഇവർ കുറെ നേരമായിട്ട് നമ്മളെ കാത്ത് വെയിലത്ത് നിൽക്കാണ്. നല്ല വെയിലാണല്ലേ? തല പൊള്ളുന്നുണ്ടോ? ശരി, അപ്പൊ ഓക്കെ. വേറെ പാട്ട് എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? അടിപൊളി പാട്ട് ഇല്ല. എന്നാ ഓക്കെ. അപ്പോൾ കന്യാകുളങ്ങര വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയാണ് നമ്മൾ കണ്ടത്. അഭിലാഷ് രതീഷ് എന്തായാലും കലോത്സവം പൊടി പൊടിക്കുന്നു, കലാമാമാങ്കം പൊടി പൊടിക്കുന്നു.
വേദികളൊക്കെയും നിറഞ്ഞു കവിയുന്നു. ഇന്ന് മറ്റു മത്സരങ്ങളൊക്കെ ഉണ്ട്. പ്രസംഗ മത്സരം ഇന്നാണ്. ഒപ്പം തന്നെ കാർട്ടൂൺ മത്സരങ്ങൾ, അങ്ങനത്തെ ആ തരത്തിലുള്ള മത്സരങ്ങളൊക്കെ ഇന്ന് അരങ്ങേറുന്നുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, സംഘനൃത്തം തുടങ്ങിയിട്ടുള്ള മത്സരങ്ങളും ഇന്ന് തന്നെയാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും കലോത്സവം അതിന്റെ വർണ്ണപ്പകിട്ടോടുകൂടി ഇവിടെ ഇങ്ങനെ നടക്കുന്നു.